കണ്ണൂർ ആന്തൂർ നഗരസഭയിൽ 3 കൂടി LDFന് എതിരില്ല എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. 3 കൂടി UDF സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളി. നേരത്തെ 2 UDF പത്രിക തള്ളിയിരുന്നു. ഇതോടെ നഗരസഭയിൽ ആകെ 5 LDFന് എതിരില്ലാതായത്. മുഹമ്മദ് റഹീസ് വിശദാംശങ്ങളുമായി. അപ്പോൾ ഈ മുഹമ്മദ് റഹീസ്, ഈ ആന്തൂർ നഗരസഭയിൽ 5 LDFന്റെ വിജയം ഉറപ്പായി എന്ന് പറയാറായോ? 12 കണ്ണൂരിൽ LDFന് എതിരില്ലാതായത്. അനുജ, നിലവിൽ ആന്തൂരിൽ നടത്തുന്ന LDF നടത്തുന്ന ആഹ്ലാദ പ്രകടനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആന്തൂർ നഗരസഭയിൽ LDFന് 5 നിലവിൽ എതിരില്ല. നേരത്തെ തന്നെ 2 സ്ഥലങ്ങളിൽ 2 വാർഡുകളിൽ LDFന് എതിരില്ലായിരുന്നു. അവിടെ സ്ഥാനാർത്ഥികളെ UDF നിർത്തിയിരുന്നില്ല. അതിനുശേഷമാണ് ഈ സൂക്ഷ്മ പരിശോധനയിൽ നേരത്തെ 4 വാർഡുകളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് സൂക്ഷ്മ പരിശോധനയിൽ മാറ്റിവെച്ചു. അതിനുശേഷമാണ് അത് പരിഗണിച്ചപ്പോൾ 2 വാർഡുകളിലെ പത്രികകൾ കൂടി തള്ളി. UDF സ്ഥാനാർത്ഥികളുടെ 2 വാർഡുകളിലെ പത്രിക തള്ളി. അതായത് തളിയിൽ, ഒപ്പം തന്നെ കോടല്ലൂർ വാർഡുകളിലെ UDF സ്ഥാനാർത്ഥികളുടെ പത്രികയാണ് തള്ളിയത്. ഈ 2 വാർഡുകളിലും ഇടതിന് എതിരില്ല. അതിനുശേഷം പിന്നീട് ഒരു പത്രിക കൂടി പിൻവലിച്ചു. അങ്ങനെ ആ പത്രിക കൂടി പിൻവലിച്ചതോടുകൂടിയാണ് ഇപ്പോൾ ഇന്ന് 3 കൂടി എതിർ സ്ഥാനാർത്ഥികൾ അവരുടെ പത്രിക തള്ളിയതും, ഒപ്പം തന്നെ ഇത്തരത്തിൽ ഈ ഒരു പത്രിക, നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട് 3 സ്ഥലങ്ങൾ കൂടി ഇതിൽ പെടുന്നു. അങ്ങനെ 5 ആന്തൂരിൽ എതിരില്ലാതെ LDF സ്ഥാനാർത്ഥികൾ എതിരില്ലാത്തവരായിട്ടുണ്ട്. സാങ്കേതികമായി അവർ ഇന്ന് വൈകിട്ടോടുകൂടി ഇവരുടെ വിജയം പ്രഖ്യാപിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ കണ്ണൂരിൽ നിലവിൽ 12 ഇടതുപക്ഷത്തിന് LDFന് എതിരാളികളില്ലാത്തത്. 5 ആന്തൂർ നഗരസഭ, 3 മലപ്പട്ടം പഞ്ചായത്ത്, ഒപ്പം തന്നെ 4 കണ്ണപുരം പഞ്ചായത്തിലെ 4 ഇടങ്ങളിലും LDFന് എതിരാളികളില്ല. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ ഈ ഇപ്പോൾ നിലവിൽ കണ്ണപുരത്ത് കൂടുതൽ ഇടങ്ങളിൽ UDF സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയേക്കും എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നു. അങ്ങനെയാണെങ്കിൽ അത് ഒരുപക്ഷെ 15 പോകുന്ന നിലയുണ്ടാകും എന്നുകൂടിയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും UDF പറയുന്നത് സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് LDF ഈ പത്രിക പിൻവലിക്കാൻ സ്ഥാനാർത്ഥികളെ നിർബന്ധിച്ചു. ഒപ്പം തന്നെ പത്രികയ്ക്ക് പിന്തുണച്ചവരെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഈ പത്രിക ഒരു പിന്തുണ പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് അത്തരത്തിലാണ് അവർക്ക് സ്ഥാനാർത്ഥികൾ ഇല്ലാതായി മാറിയതെന്ന് പറയുന്നു. അതിന് എതിരായി LDF പറയുന്നത് ഇവിടെയൊന്നും ആളുകളെ നിർത്താൻ പോലും, സ്ഥാനാർത്ഥികളെ പോലും നിർത്താൻ UDFന് കഴിയുന്നില്ല. അപ്പോൾ തങ്ങളുടെ കോട്ടയാണ് ഈ സ്ഥലങ്ങൾ. അവിടെയൊന്നും UDFന് സ്ഥാനാർത്ഥികളെ പോലും കിട്ടാത്ത തരത്തിലാണ് തങ്ങൾ അത്ര മികച്ച പ്രവർത്തനം നടത്തുന്നത് കൂടി കൊണ്ടാണ് ആന്തൂരിലടക്കം എതിരാളികളില്ലാത്തതെന്ന് പറയുന്നത്. ആന്തൂർ നഗരസഭയിൽ 5 LDFന് എതിരാളികളില്ല എന്നതാണ്. നേരത്തെ 2 പത്രിക UDFന്റെ തള്ളിയിരുന്നു. ഇപ്പോൾ 3 കൂടി തള്ളുമ്പോൾ 5 എതിരില്ലാതെ വരുന്നു. ഇതിൽ LDFന്റെ ഒരു പ്രതികരണം കൂടി ലഭിച്ചിട്ടുണ്ട്, അത് കേൾക്കാം. ആന്തൂർ നഗരസഭയിലെ 2 UDF സ്ഥാനാർത്ഥികളുടെ പട്ടിക ഇപ്പോൾ തള്ളിയിട്ടുണ്ട്. ആ പട്ടിക തള്ളാൻ വേണ്ടിയിട്ട് കാരണമായിട്ട് റിട്ടേണിംഗ് ഓഫീസർ കണ്ടത്, നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുള്ള ആൾ തന്നെ റിട്ടേണിംഗ് ഓഫീസറുടെ മുന്നിൽ ഹാജരായിട്ട് നേരത്തെ ഞാനല്ല ഒപ്പിട്ടിട്ടുള്ളത് എന്നത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അവർ ഇവിടെ റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പിൽ ഹാജരായിട്ട് ഞാനല്ല ഒപ്പിട്ടിട്ടുള്ളത്, ഞാൻ നിർദ്ദേശിച്ച ആളെ ഞാൻ പിൻവലിക്കുന്നു എന്നതിലേക്കുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തുകയും അത് നാമനിർദ്ദേശ പത്രിക തള്ളുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതാണ് കണ്ണൂരിൽ 12 LDFന് എതിരാളികൾ ഇല്ലാത്തത്. അതിൽ ആന്തൂരിൽ 5, അവിടെയൊക്കെ വലിയ വിജയാഹ്ലാദം പ്രകടനം നടത്തുന്നുണ്ട് LDF. അവരുടെ പ്രതികരണം കൂടിയാണ് ഇപ്പോൾ കേട്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.